യുഎസിലെ വിമാനത്താവളങ്ങളിൽ എത്തുന്ന യാത്രക്കാർ സുരക്ഷാ പരിശോധനയ്ക്കായി ഷൂസ് ഊരേണ്ടതില്ലെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രഖ്യാപിച്ചത് അടുത്തിടെയാണ്. 2 പതിറ്റാണ്ടിന് ശേഷം യുഎസ് സർക്കാർ എടുത്ത ഈ തീരുമാനം യാത്രക്കാരടക്കം ഒരേ സ്വരത്തോടെ സ്വാഗതം ചെയ്തു. ഇതിനു പിന്നാലെ യുഎസ് വിമാനത്താവളങ്ങളിലെ മറ്റൊരു നിയന്ത്രണത്തിൽ കൂടി ഇളവ് നൽകാനുള്ള ആലോചനയിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി. വിമാനത്താവളങ്ങളിൽ എത്തുന്ന യാത്രക്കാരുടെ കൈവശം വെക്കാവുന്ന ബാഗുകളിലെ ദ്രാവകങ്ങളുടെ അളവ് സംബന്ധിച്ച നിയമങ്ങളിൽ മാറ്റം വരുത്താനാണ് സർക്കാർ ആലോചന നടത്തുന്നത്. ഇത് സംബന്ധിച്ച് സൂചന നൽകിയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോമാണ്. വാഷിംഗ്ടണിൽ നടന്ന ഹിൽ നേഷൻ ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് ക്രിസ്റ്റി നോം ഇത് സംബന്ധിച്ച് സൂചിപ്പിച്ചത്. വിമാനത്താവളങ്ങളിൽ എത്തുന്ന യാത്രക്കാരുടെ കൈവശം വെക്കാവുന്ന ബാഗുകളിലെ ദ്രാവകങ്ങളുടെ അളവ് സംബന്ധിച്ച നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നാണ് ക്രിസ്റ്റി നോമിന്റെ വാക്കുകൾ. യുഎസ് യാത്രക്കാർക്കായി വിമാനത്താവളങ്ങളിലെ സ്ക്രീനിംഗ് നടപടികൾ എളുപ്പമാക്കുന്നതിനെക്കുറിച്ച് വ്യാപകമായി ആലോചിക്കുന്നുണ്ടെന്ന് ക്രിസ്റ്റി നോം പറഞ്ഞു. യുഎസ് വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ ലഗേജുമായി ഒരു വാതിലിലൂടെ പ്രവേശിച്ച് ഒരു സ്കാനറിലൂടെ നടന്ന് നേരെ ഫ്ലൈറ്റിലേക്ക് പോകുന്ന സാഹചര്യം ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത്. 1 മിനിറ്റിനുള്ളിൽ സ്ക്രീനിംഗ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്നും ക്രിസ്റ്റി നോം വ്യക്തമാക്കി. ഇതിനായുള്ള സാങ്കേതിക വിദ്യകൾക്കായി വിവിധ കമ്പനികളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇത് വ്യാപകമായി നടപ്പാക്കുന്നതിന് മുമ്പ് ചില വിമാനത്താവളങ്ങളിൽ പൈലറ്റ് പദ്ധതികൾ ആരംഭിക്കും. നിലവിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നും നോം അഭിപ്രായപ്പെട്ടു. ദ്രാവകങ്ങളുടെ അളവ് എത്രയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഉടൻ വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ക്രിസ്റ്റി നോം യുഎസ് മാധ്യമത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. നയമാറ്റങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഔദ്യോഗിക ചാനലുകളിലൂടെ അറിയിക്കുമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വക്താവ് പ്രസ്താവനയിൽ അറിയിച്ചു. യുഎസ് വിമാനത്താവളങ്ങളുടെ സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ 2006 സെപ്റ്റംബറിലാണ് ദ്രാവക നിയമം അവതരിപ്പിച്ചത്. ഇതനുസരിച്ച് കൈവശമുള്ള ലഗേജുകളിൽ 3.4 ഔൺസിൽ, അതായത് 3 മില്ലി ലിറ്ററിൽ കുറഞ്ഞ അളവിലുള്ള ദ്രാവകങ്ങൾ ഒരു ക്വാർട്ട് സൈസിലുള്ള ബാഗിൽ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മരുന്നുകൾക്കും കുഞ്ഞുങ്ങൾക്കുള്ള പാല് പോലുള്ളവയ്ക്കും ഇതിൽ ഇളവുണ്ട്. ട്രാൻസ് അറ്റ്ലാന്റിക് വിമാനങ്ങളിൽ ദ്രാവക സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള ഭീകരവാദികളുടെ പദ്ധതി ബ്രിട്ടീഷ് പോലീസ് തകർത്തതിനെ തുടർന്നാണ് ഈ നിയമം കൊണ്ടുവന്നത്. അതേസമയം വലിയ അളവിലുള്ള ദ്രാവകങ്ങൾ, ജെല്ലുകൾ, എയറോസോളുകൾ എന്നിവ ചെക്ക് ഇൻ ലഗേജിൽ കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. ഇക്കഴിഞ്ഞ ജൂലൈ 8-നാണ് വിമാനത്താവളങ്ങളിൽ ഷൂസ് ഊരേണ്ടതില്ല എന്ന നിയമം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രഖ്യാപിച്ചത്. പുതിയ സ്കാനറുകൾ വന്നതോടെ ഷൂസ് ഊരാതെ തന്നെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിച്ചതോടെയാണ് നിയന്ത്രണത്തിൽ മാറ്റം വരുത്തിയത്. സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായി 2006 ഓഗസ്റ്റിലാണ് യാത്രക്കാർ ഷൂസ് ഊരണമെന്ന നയം ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നത്. 2001 സെപ്റ്റംബർ 11-ന് ഉണ്ടായ അൽഖ്വയ്ദ ആക്രമണത്തിന് ശേഷം റിച്ചാർഡ് റീഡ് എന്ന ബ്രിട്ടീഷ് പൗരൻ പാരീസിൽ നിന്ന് മിയാമിയിലേക്കുള്ള വിമാനത്തിൽ ഷൂസിനുള്ളിൽ ബോംബ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതിനെ തുടർന്നായിരുന്നു നിയന്ത്രണം കൊണ്ടുവന്നത്. ഈ നിയന്ത്രണം നീക്കിയതോടെ സുരക്ഷാ പരിശോധന കൂടുതൽ വേഗത്തിലാകുമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ പ്രതീക്ഷ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.